ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും, ചിലർ അറിയാത്തവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് ഏത് പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആ പ്രൊഡക്റ്റ് വന്നിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫീഡിംഗ് ബോട്ടിൽ വന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ഫീഡിംഗ് ബോട്ടിൽ, കുഞ്ഞു പിള്ളേരുടെ ഫീഡിംഗ് ബോട്ടിൽ വന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ആ ബോട്ടിൽ തിളപ്പിക്കുകയാണ്. അത് കുറച്ച് വാഷ് ചെയ്ത് തിളപ്പിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇത് വന്നിട്ട് എളുപ്പത്തിൽ ആണ് സേഫായിട്ട് നമ്മൾ മാക്സിമം നല്ലതായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഫീഡിംഗ് ബോട്ടിൽ സ്റ്റെറിലൈസറാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും അത് കാണണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു, ബോട്ടിൽ ഫീഡിങ് ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. മദർ ഫീഡിങ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. മിനിമം 1 year എങ്കിലും അല്ലെങ്കിൽ 6 months എങ്കിലും മദർ ഫീഡിങ് മാത്രമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫീഡിങ് വന്നിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അവർ പാലെടുത്ത് വെച്ച് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് ഏറ്റവും സേഫായിട്ട് രീതിയിൽ ബോട്ടിൽ വന്ന് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രൊഡക്റ്റ് ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് ആ പ്രൊഡക്റ്റ്, അതിൻ്റെ ബോക്സ്, ഔട്ടർ ബോക്സാണിത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിക്കോ എന്ന ഇതിൻ്റെ കമ്പനിയുടെ പേര്. സ്റ്റെറി നാച്ചുറൽ 2-in-1. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് വെളിയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത് 2-in-1 ആണ്. ഈ മേലെയുള്ള പാർട്ട് ഞാനത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വലുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സ്മോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫീഡിംഗ് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പുറമെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് അതിൻ്റെ ടോപ്പാണ്. ഇതിൻ്റെ ടോപ്പ് ഇതിൻ്റെ 2-3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ടോപ്പ്, ഇത് സെൻറ്റർ പാർട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോട്ടിലൊക്കെ വെക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ബേസ്. ഇവിടെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാനുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചത്. ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് ഇത് പവർ ബട്ടണാണ്. മെയിൻ സ്വിച്ച് ഇതിൻ്റെ പുറകിലാണ് വരുന്നത്. ഇതിൻ്റെ പുറകിലൊരു സ്വിച്ചുണ്ട്. 2 സ്വിച്ചാണ് ഇതിനുള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ സ്വിച്ച്. കാണാം, ഇതതിൻ്റെ മെയിൻ സ്വിച്ചാണ്. ഇത് നമ്മൾ കറണ്ടിൽ പ്ലഗ് ചെയ്യാം. നമ്മൾ ഈ പവർ കോഡ് വന്ന് കറണ്ടിൽ പ്ലഗ് ചെയ്യണം. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പറഞ്ഞ പോലെ ഇതതിൻ്റെ ടോപ്പാണ്. ടോപ്പിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് മേലെയുള്ള ടോപ്പിൽ നമ്മൾ വന്നിട്ട് ചെറിയ സാധനങ്ങൾ, അതായത് നിപ്പിള്, അതിൻ്റെ ക്യാപ്പ്, അതെല്ലാം നമ്മൾ ഈ ചെറിയ ഇതിൽ വെക്കാൻ പറ്റും. താഴെ ബോട്ടിൽ വെക്കാൻ പറ്റുന്നത്, ബോട്ടിൽ താഴെയാണ് വെക്കേണ്ടത്. താഴെ ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യേണ്ടത്. ഈ ചെറിയ ഇതിനകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യണം. ഞാൻ ആദ്യം ഒന്ന് കുറച്ച് വാട്ടർ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആ ലെവൽ വരെ മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മിഡിലുള്ള ഇത് വെക്കാം.
ഇതിങ്ങനെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ്, ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ബോട്ടിൽസൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. ബോട്ടിൽസ് നമുക്ക് ഇങ്ങനെ കമത്തി വെക്കാം. ബോട്ടിൽസ് എല്ലാം അതിനകത്ത് വെച്ചതിന് ശേഷം ഇത് രണ്ടാമത് ഇതിൻ്റെ മേലെയുള്ള പാർട്ട് നമുക്ക് ഇത് രണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അധികം തിങ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ പാർട്ട് മാറ്റിയിട്ട് ഇത് മാത്രം ഇവിടെ വെച്ച്, ഇത് മാത്രം ഈ ചെറിയ മേലെയുള്ള ടോപ്പ് മാത്രം വെച്ചിട്ട് നമുക്ക് അത് തന്നെ വെക്കാനും പറ്റുന്നതാണ്. ഇപ്പോൾ മേലെ നമുക്ക് നിപ്പിൾസിന് അതിൻ്റെ ക്യാപ്പെല്ലാം വെച്ച് കൊടുക്കാം. ഈ നമുക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പ് വെച്ച് നമുക്കത് കവർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ടോപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലഗ് അത് ഓൺ ചെയ്യുക, പവർ ബട്ടൺ ഓൺ ചെയ്യുക. പവർ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം ബാക്കിലുള്ള സ്വിച്ച് ഓൺ ചെയ്യണം. ബാക്കിൽ പുറകിലൊരു സ്വിച്ച് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിൽ ഇത് ഓൾറെഡി ഓണാണ്. ഞാൻ ഫ്രണ്ടിലുള്ള ഇതും കൂടെ ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റെറൈൽ ആയതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവുന്നതാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തും. കാണിച്ചുതരാം, കണ്ടോ? ഇപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഇനിയും ഇത് കറക്റ്റായിട്ട് ഇത് ഫിനിഷ് ആകുമ്പോൾ ആ ലൈറ്റ് ഓഫ് ആവും, തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ മറ്റേ രീതിയിൽ ഇതൊന്നും എടുത്ത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ, അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കറക്റ്റായിട്ട് ബോട്ടിൽ വന്ന് സ്റ്റെറിലൈസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഓൾമോസ്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിപ്പോൾ യൂസ്ഫുൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ സാംസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ചുമന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അതിനെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വ്ളോഗ്സ്, അങ്ങനെ ഇങ്ങനെ ചെറിയ അറിവുകൾ, ഇൻഫർമേഷൻസ്, ഇങ്ങനത്തെ വീഡിയോകളായിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദെൻ സൈനിങ് ഓഫ് ഫ്രം സാം ജോസഫ്.